നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ചിനുബിന്റെ കൊട്ടാരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകും. വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനുള്ള കരാറുകളാണ് ഒപ്പുവയ്ക്കുന്നത്. നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹത്തെയും മോദി അഭിസംബോധന ചെയ്യും. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി മോദി ബ്രസീലിലേക്ക് ഇന്ന് വൈകിട്ടോടെ യാത്ര തിരിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷം ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ചയാവും. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത് 17 വർഷത്തിന് ശേഷമാണ്. ഗയാന, ബ്രസീൽ, നൈജീരിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രിയുടെ യാത്ര. ഗയാനയിലെത്തുന്ന മോദി കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കാരിക്കോം ഉച്ചകോടിയിലും പങ്കെടുക്കുന്നുണ്ട്. ട്രോയിക്ക അംഗമെന്ന നിലയിലാണ് പ്രധാനമന്ത്രി G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. റിയോ ഡി ജനീറോയിലെ ഉച്ചകോടിയിൽ ജോ ബൈഡൻ, ഷീ ജിൻപിങ് എന്നിവരും പങ്കെടുക്കും. പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരമാണ് മോദി ഗയാന സന്ദർശിക്കുന്നത്. 50 വർഷത്തിനു ശേഷം ഗയാന സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.